വെൽക്കം ബാക്ക് പ്രതീക്ഷയ്ക്കായിരുന്നു ഞാൻ താമസിച്ചു പോയി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ 3D പെൻ വന്നിരുന്നു. ഞാൻ ഒറ്റ തവണ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കുറേ തവണ പഠിച്ചു. അങ്ങനെ ഇപ്പം ഞാൻ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ ഞാനപ്പം ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. ഇനി ഞാൻ പഠിക്കാനൊന്നുമില്ല. മഞ്ഞ കളറിങ് വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് മഞ്ഞ കളർ കുറച്ചുകൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മഞ്ഞ കളർ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഇതിനു വേണ്ടി ഇതിലൊരു ഇതുണ്ട്, ചാർജറാണ്. ആ ചാർജർ നമുക്ക് വേണം. ചാർജർ എടുത്തിട്ട് ഈ ഒരു ഫോണൊക്കെ കുത്തി വെക്കുന്ന കൂട്ടത്തിൽ ഇത് കൂട്ട് പ്ലഗ് ഇല്ലേ, ഈ പ്ലഗ് ഇത് കൂട്ട് പ്ലഗ് നമുക്ക് വേണം കേട്ടോ. പ്ലഗിലോട്ട് ഇതേപോലെ കുത്തി വെക്കണം. ഇതല്ലേ നമ്മൾ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലഗിലോട്ട് ഇതിലോട്ട് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓൺ ചെയ്യുന്നതല്ല, ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. ഞാൻ വേഗം കണക്ട് ചെയ്തിട്ട് സ്പീഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓണാക്കാനുള്ളൊരു സ്വിച്ച് ഉണ്ടല്ലോ, ഇത്. അപ്പം ഞാനത് ഓണാക്കിയിട്ട് ഓണാക്കുമ്പോഴത്തേക്ക് ഇതേപോലെ കളർ വരും. അപ്പോൾ നമ്മളിത് അടിയിലുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇതിലോട്ട് ഞെക്കണം. അപ്പോഴത്തേക്ക് ഇതാ ഈ കളർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും മാറത്തില്ല. ആ ബട്ടണിലോട്ട് ഞെക്കരുത് ഗൈസ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിലോട്ട് ഞെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ടെമ്പറേച്ചർ മാറ്റിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതിലുണ്ടോ ടെമ്പറേച്ചർ മാറുന്നുണ്ട്. നമുക്ക് ഇത് പച്ച ലൈറ്റ് കത്തുന്നവർ ഇവിടെ കിട്ടാം. ഞാൻ ഫസ്റ്റ് പഠിച്ചപ്പോൾ ഞാൻ ഇവിടെയായിരുന്നു ഞെക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെയല്ല ഞെക്കേണ്ടത്. ഇവിടെയുള്ള ഈ ബട്ടണുണ്ട്, ഇതായിരിക്കാം ആ ബട്ടണാണ്. ഇത് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും പച്ചയാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ പച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇത് പച്ചയല്ല, ഇപ്പോൾ ചുമപ്പാണ്. പച്ചയാകുമ്പോൾ ഞാൻ പറയാം. നമുക്കത് ഇവിടെ വെക്കാം. എൻ്റേത് ഒരു 210 ആയാലേ കറക്റ്റ് പച്ചയാകത്തുള്ളൂ. ഇത് 210 ആകട്ടെ. ഇപ്പോൾ കണ്ടോ അടിയിൽ കൂടെ വരുന്നത് പഴയതാണ് കേട്ടോ വരുന്നത്. എന്താ അപ്പോൾ ഇത് ഓണായി പച്ചയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ഇത് കയറ്റി തുടങ്ങാം. ഞാൻ അപ്പോൾ കയറ്റിയിട്ട് കാണാം. ഇവിടെ കൂടെ ഉള്ള തോളെ കൂടെ കയറ്റ വേഗം കേട്ടോ. കയറ്റിയിട്ടുണ്ട്. ഇനി അടിയിലുള്ള ഈ ബട്ടൺ ഒന്നുകൂടെ ഞെക്കണം. അപ്പോൾ ഇത് കയറി തുടങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എന്താ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ വരയ്ക്കാം. അടിയിൽ കൂടെ വരുന്നുണ്ട്. താഴെ ഇത് കയറ്റി കൊടുക്കാം. ഇച്ചിരി അമർത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ സ്പീഡ് കൺട്രോളറൊക്കെ ഉണ്ട്. ഇച്ചിരി സ്പീഡ് കൂട്ടി കൊടുക്കുക. എന്നാലിപ്പോൾ വരുള്ളൂ.